ഇഡി ഉദ്യോഗസ്ഥർക്ക് എതിരെ വ്യാപകമായ പരാതികൾ വരുന്നുണ്ട് എന്നാണ് വിജിലൻസ് SPS ശശിധരൻ വ്യക്തമാക്കുന്നത്. വരുന്നത് മുഴുവൻ വലിയ തുകയുടെ പരാതികളുമാണ്. ഇഡി ഇതുവരെ കേസിന്റെ വിശദാംശങ്ങൾ തേടിയിട്ടില്ല. അഴിമതി കേസിൽ അറസ്റ്റിലായ ഇഡി അസിസ്റ്റന്റ് കമ്മീഷണർ ശേഖർ കുമാറിനെതിരായ തെളിവുകൾ ശേഖരിച്ചു വരികയാണ് എന്നും ശശിധരൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. എവിഡൻസ് കളക്ഷനൊക്കെ ഏത് സ്റ്റേജിലായി? നമ്മുടെ സൈബർ അനാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൾ ഡീറ്റെയിൽസ് അനാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിലാണ് ഇപ്പോഴും. അത് ഈ FIR ഉള്ള ആരോപണങ്ങൾ അത് തെളിയുന്ന രീതിയിലേക്കുള്ള എവിഡൻസുകൾ വന്നു കഴിഞ്ഞോ? ഇപ്പോൾ അത് പറയാറാവുന്നേ ഉള്ളൂ. കാരണം ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ടില്ല. ഇൻവെസ്റ്റിഗേഷൻ്റെ ഫൈൻഡിങ്ങിലാണല്ലോ അത് വരിക. അപ്പോൾ നിലവിൽ FIR പ്രതിയാണ്. അതിൽ വാസ്തവമുണ്ടോ ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണല്ലോ മറ്റു കാര്യങ്ങളുണ്ടാവുക. ഇഡി ഉദ്യോഗസ്ഥരെ വിളിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ആലോചിക്കുന്നു? ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ കഴിയില്ല. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിജിലൻസിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ തേടിയിട്ടുണ്ടോ ഇതിനോടകം? ഇന്നലെ വൈകുന്നേരം വരെ ഇല്ല. ഇന്നിപ്പോൾ എൻ്റെ മെയിൽ എനിക്ക് ചെക്ക് ചെയ്ത് നോക്കണം. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതികൾ ഇപ്പോൾ വരുന്നുണ്ട്. പരാതികൾ ഫോണിൽ ലഭിച്ചിട്ടുണ്ട്. അത് കൂടുതൽ പരിശോധിക്കണം. വലിയ രീതിയിലുള്ള പണമിടപാടുകളാണോ പുറത്തേക്ക് വരുന്നത്? പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ വലിയ എമൗണ്ടാണ്. ഇതിനോട് എത്ര പരാതികൾ വന്നിട്ടുണ്ടെന്ന് നമുക്ക് ഏകദേശം ഒരു കണക്കുണ്ടോ? ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടാവും നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ കഴിയില്ല. ബിനിൽ തുടരുന്നുണ്ട്. ബിനിൽ, എന്തായാലും വിജിലൻസ് പരിശോധന ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇത്രയും വലിയൊരു ക്രമക്കേട് അഴിമതിയുടെ ചിത്രം തെളിഞ്ഞിട്ട് ഇഡിയുടെ ഭാഗത്തുനിന്ന് വേണ്ട വിവരങ്ങൾ തേടുകയോ അന്വേഷണത്തിലേക്കൊന്നും പോയിട്ടുമില്ലേ? ഇഡി മിണ്ടാതിരിക്കുകയാണോ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ അനൌദ്യോഗികമായി ചില വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നു. അതായത് ഇതുമായി ബന്ധപ്പെട്ട അവർ പ്രാഥമികമായ പരിശോധനകൾ നടത്തുന്നു, ആഭ്യന്തരമായ അന്വേഷണം നടത്തുന്നു, വിജിലൻസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു. പക്ഷേ ഇതുവരെ ഈ വിജിലൻസ് SP നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇതുവരെ വിജിലൻസിൽ നിന്ന് ഇവരാരും തന്നെ ഒരു വിവരവും ഔദ്യോഗികമായി തേടിയിട്ടില്ല എന്നത് തന്നെയാണ് മനസ്സിലാകുന്നത്. ED ഇതിൽ എന്തായാലും ഈ ആരോപണങ്ങൾ വന്നതോടുകൂടി തന്നെ ED ആകെ ഒരു അങ്കലാപ്പിലാണ് കൊച്ചിയിലെ ED ഓഫീസ് ഉള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അത്രയും വലിയൊരു ആരോപണ നിഴലിലാണ് അവർ നിൽക്കുന്നത്. അവരുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് ആദ്യ സംഭവമല്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി അവിടുത്തെ ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പൊതുമധ്യത്തിലുണ്ട്. പക്ഷേ ആരും തന്നെ പരാതിയുമായി രംഗത്തേക്ക് വരുന്നില്ല എന്നതായിരുന്നു ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടുള്ളത്. ഇപ്പോൾ വിജിലൻസിന് മുന്നിലേക്ക് കാര്യങ്ങൾ കൃത്യമായി പലരും വന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാവരും അതൊരു പരാതിയായി എഴുതി നൽകാൻ തയ്യാറാകുന്നില്ല. കാരണം ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യവസായികളൊക്കെ തന്നെയാണ് പരാതിക്കാരായിട്ടുള്ളത്. അവർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഭാവിയിൽ അവരെ ഉപദ്രവിക്കുമോ എന്ന ഒരു ഭീതി അവർക്കെല്ലാം ഉണ്ട്. പക്ഷേ ഇക്കാര്യത്തിലൊരു കൃത്യമായി ഒരു നിലപാടെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരും ധനകാര്യ മന്ത്രാലയവുമാണ്. അവർക്ക് കീഴിലുള്ള ഒരു സ്ഥാപനം, ഒരു പ്രധാനപ്പെട്ട ഒരു അന്വേഷണ സംവിധാനത്തിനെതിരെ ഇത്തരത്തിൽ വലിയ ആരോപണങ്ങൾ വരുമ്പോൾ ഇതുവരെ കേന്ദ്ര സർക്കാരും ധനകാര്യ വകുപ്പും എന്ത് നടപടിയെടുത്തു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മുംബൈയിൽ, രാജസ്ഥാനിൽ, ബംഗളൂരുവിൽ ഒക്കെ സമാനമായ നിരവധി കേസുകൾ ഇഡിക്കെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ഈ പറയുന്നത് പോലെ സാമ്പത്തിക ഇടപാടുകൾ കൂടുതലായി നടത്തുന്ന ആളുകളെ നിങ്ങൾക്കെതിരെ കേസുണ്ട് എന്ന് പറഞ്ഞു ബോധിപ്പിച്ച് അവരിൽ നിന്ന് വലിയ തുക ഈടാക്കുക. 10% വീതമായിരുന്നു ഇത്ര ഇടനിലക്കാർക്കൊക്കെ കിട്ടിയിരുന്ന കമ്മീഷൻ എന്ന് പറയുന്നത്.